സല്യൂട്ട് സഹൃദയരെ. തൃശ്ശൂർ ജില്ലയിലെ SP സ്ഥാനത്ത് നിന്ന് എന്നെ സ്ഥലം മാറ്റി നിയമിച്ചത് തിരുവനന്തപുരത്തുള്ള പോലീസ് ആസ്ഥാനത്തെ AIG ആയിട്ടായിരുന്നു. AIG എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻസ്പെക്ടർ ജനറൽ. അപ്പോൾ അതിന് 3 തസ്തികകളുണ്ട് AIGയുടെ. AIG 1, AIG 2, AIG PG എന്നാണ് പറയുന്നത്. PG എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗ്രീവൻസസ്, പൊതുജനങ്ങളുടെ പരാതി നോക്കുന്ന AIG. എന്നെ AIG 2 ആയിട്ടാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. കാരണം ഒന്നാം AIG എന്ന് പറയുന്നത് എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോൾ പെട്ടെന്ന് മേലുദ്യോഗസ്ഥരുടെ സമീപനത്തിന് ഗണ്യമായ മാറ്റം, ഭയങ്കര വലിയ ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച് ഞാൻ കണ്ടു. അതുവരെ സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്ന പല ഉദ്യോഗസ്ഥരും വളരെ മോശമായിട്ടും രൂക്ഷമായിട്ടും എന്നെ ഒരുപാട് ഹാരാസ് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അതിന് ആദ്യത്തെ ഉദാഹരണം തന്നെ പറയാം. കാരണം ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് DGP കാണുന്നുള്ള ചട്ടമാണ്. AIG എന്നുള്ള പോസ്റ്റ് സിവിൽ പോസ്റ്റ് ആയതുകൊണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആയതുകൊണ്ട് യൂണിഫോം വേണ്ട. യൂണിഫോം ഇടാതെ ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നു. ഞാൻ എല്ലാ ഓഫീസേഴ്സിനെയും കണ്ടു. DGP കുറച്ച് വരാൻ വൈകിയതുകൊണ്ട് അദ്ദേഹം വരുന്നത് വരെ ഞാൻ അവിടെ DIGയുടെ കൂടെ, AIG 1ൻ്റെ കൂടെ, AIG PGയുടെ കൂടെ, പിന്നെ അവിടുത്തെ IGയുടെ കൂടെ ഒക്കെ എല്ലാ ഓഫീസേഴ്സിൻ്റെ അടുത്തും കുറച്ച് സമയം ചിലവഴിച്ച് DGP വരാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അവരാരും ഒന്നും ഞാൻ സാരി ഉടുത്താണ് പോയത്, എന്നോടൊന്നും പറഞ്ഞില്ല. DGP കണ്ടിട്ട് ചാർജ് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. DGP വന്നു, ഞാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു, കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ DGPയുടെ മുമ്പിൽ 2-3 പേര് ഇരിപ്പുണ്ടായിരുന്നു, വേറെ ഉദ്യോഗസ്ഥർ ഇരിപ്പുണ്ടായിരുന്നു. DGP എന്നെ നോക്കിയിട്ട് മുഖമൊക്കെ ചുമന്നിട്ട് പെട്ടെന്ന് ഗെറ്റ് ഔട്ട് എന്നൊരു അലറി പെട്ടെന്ന് ദേഷ്യമായിട്ട് ഗെറ്റ് ഔട്ട്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി, വേറെ ആരെങ്കിലും എൻ്റെ പുറകെ നിൽപ്പുണ്ടോ, അവരെയാണോ പറയുന്നത് എന്ന്. അപ്പം വീണ്ടും ഗെറ്റ് ഔട്ട് ഐ സെഡ് എന്ന് പറഞ്ഞു. അപ്പം ഞാനും അങ്ങനെ പെട്ടെന്ന് വല്ലാതെ അങ്ങ് വിളറി പരിഭ്രമിച്ചു, എന്നെയാണ് പറയുന്നത് പറഞ്ഞപ്പോൾ. അപ്പം ഞാനൊന്നും മിണ്ടാതെ അറ്റൻഷനിൽ നിന്ന ശേഷം ഞാൻ ഇറങ്ങി വെളിയിൽ ചെന്നിട്ട് എനിക്കാണെങ്കിൽ കണ്ണിങ്ങനെ നിറഞ്ഞു വന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യണം, പോകണോ വേണ്ടയോ, ചാർജ് എടുക്കണോ വേണ്ടയോ, ഞാനിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കണം. അവിടെ നിൽക്കുന്ന പോലീസുകാർക്കും ഗാർഡ് ഡ്യൂട്ടി ഉള്ളവർക്കൊക്കെ എന്നെ കണ്ടിട്ട് ഭയങ്കര സിമ്പതി. അപ്പം ഒന്നും വയ്യ, ഞാനിങ്ങനെ മരവിച്ചിങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്തോ DGP എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയത് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും AIG 1 ഇറങ്ങി വെളിയിലോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് ഫയലുമായിട്ട് പോവുകയാണ്, എന്തോ ഡിസ്കസ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീലേഖ ഇവിടെ നിൽക്കുവാണോ, വേഗം പോയി യൂണിഫോം ഇട്ടുകൊണ്ട് വാ. യൂണിഫോം ഇടാതെ വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ചതെന്ന് തോന്നുന്നു. ഈ DGPയുടെ സ്വഭാവം അറിയാമല്ലോ, അദ്ദേഹത്തിന് ആദ്യമായിട്ട് ആരെങ്കിലും പോയി കാണുമ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ സാർ, ഞാൻ ഇത്രയും നേരമായിട്ട് ഇവിടെ നിന്ന് നിങ്ങളെയൊക്കെ കണ്ടു, നിങ്ങൾ ആരും എന്നോട് യൂണിഫോം ഇടാൻ പറഞ്ഞില്ല. ഇല്ല, ഞാൻ യൂണിഫോം ഇടാതെയൊക്കെയാണ് വന്ന് AIG ആയിട്ട് ചാർജ് എടുത്തത്, പക്ഷേ ശ്രീലേഖയുടെ അടുത്ത് എന്തോ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുഖമൊക്കെ തുടച്ച് കരഞ്ഞ് താഴെ പോയി കാറിൽ കയറി വീട്ടിൽ പോയി യൂണിഫോം ഇട്ട്. എനിക്ക് വലിയ വിഷമം, അടക്കാൻ വയ്യാത്ത സങ്കടം. അപ്പോൾ ഞാൻ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വന്ന് വീണ്ടും DGPയുടെ മുമ്പിൽ നിന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് അകത്ത് കയറി സല്യൂട്ട് ചെയ്തു. അപ്പോൾ DGP പറഞ്ഞു, ചാർജ് എടുത്തോ. ഞാൻ പിന്നെ ചാർജ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഫ്റ്റിയിട്ട് പോവുമായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ത്രൂ ഔട്ട് അദ്ദേഹം DGP ആയിട്ടിരുന്ന ഫുൾ ടൈം ഇങ്ങനെ ഇതുപോലെ മോശമായിട്ട് അതിൻ്റെ അടുത്ത് പെരുമാറിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം പെരുമാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പോൾ IG ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നത്. DIG അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ IG എന്ന് പറയുന്ന IG പോസ്റ്റ് പാവം സ്നേഹമായിരുന്നു. പക്ഷേ ലോ ആൻഡ് ഓർഡർ IGയും DIGയും ഇതുപോലെ എൻ്റെ അടുത്ത് പെരുമാറാൻ തുടങ്ങി. DIG ഒരുപാട് എന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഫയൽ മെയിൻ്റനൻസും ഫയലിൻ്റെ കാര്യങ്ങൾ, ഓഫീസ് പ്രൊസീജിയർ, ഓഫീസ് റൂൾസ്, ഇതെല്ലാം അദ്ദേഹം ഒരുപാട് എന്നെ പഠിപ്പിച്ചു. AIG 2യുടെ നല്ല പണിയാണ്. ഒരുപാട് കാര്യങ്ങൾ, അച്ചടക്ക കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. അതുപോലെ പർച്ചേസ്, പോലീസിൻ്റെ സെൻട്രലൈസ്ഡ് പർച്ചേസ്, ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സിൻ്റെ കുറേ വിഭാഗങ്ങളുടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെയൊക്കെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചു. 3 കൊല്ലമാണ് ഞാൻ AIG ആയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ അതേ പോസ്റ്റിൽ AIG 2 ആയിട്ട് തുടർന്നത്. അതിനിടയിൽ കൂടെ AIG 1 ലീവിന് പോവുകയും AIG PGയെ ട്രാൻസ്ഫർ ചെയ്ത് എവിടെ പോയപ്പോൾ ആ 3 ചാർജ് കൂടെ ഒരു കാലത്ത് വഹിച്ചിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 7 മണി 8 മണി വരെയൊക്കെ ചിലപ്പോൾ ഓഫീസിലിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു വർക്ക് ലോഡ് അവിടെ അനുഭവപ്പെട്ടു. പിന്നെ കൂടാതെ എനിക്ക് തന്ന മുറി എന്ന് പറയുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഏറ്റവും മോശമായ ആസ്ബസ്റ്റോസ് ഇട്ട ഒരു ഫാൻ മാത്രമുള്ള ട്രോഫികൾ, പണ്ട് പോലീസിന് കിട്ടിയ ട്രോഫികൾ സൂക്ഷിച്ചിരുന്ന ഒരു മുറിയാണ്. ഭയങ്കര ചൂടാണ്, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടത്തിരുന്നാണ് ഞാനിങ്ങനെ വേർത്ത് കുളിച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പലരോടും ചോദിച്ചത് എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ഓരോ കാര്യത്തിനും ഇങ്ങനെ ചാടുക, ഫയൽ കൊണ്ടുപോകുമ്പോൾ അതിനകത്തെല്ലാം വിയോജനക്കുറിപ്പുകൾ എഴുതുക, ഞാൻ ചെയ്ത ശരിയല്ല എന്ന് എഴുതുക, അങ്ങനെ പല തരത്തിലുള്ള ഹരാസ്മെൻറ്റ് വന്നപ്പോൾ പെട്ടെന്ന് വേറൊരു സീനിയർ ഓഫീസർ പോലീസിൻ്റെ വെളിയിലുള്ള എൻ്റെ വളരെ അഭ്യുദയകാംക്ഷിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ശ്രീലേഖ
എനിക്ക് തോന്നുന്നത് ശ്രീലേഖ ഇങ്ങനെ ഹാരാസ്മെൻറ്റ് സഹിക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ ജില്ലയായ തൃശ്ശൂർ പോസ്റ്റ് ചെയ്ത് പെറ്റായിട്ട് കൊണ്ട് നടന്ന ശേഷം പെട്ടെന്ന് ഒരു ദിവസം മുഖ്യമന്ത്രി അവിടെ നിന്ന് എടുത്തിട്ട് അടിച്ച് കളഞ്ഞില്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലൊരു ധാരണയുണ്ട് മുഖ്യമന്ത്രിക്ക് ശ്രീലേഖയോട് എന്തോ ഭയങ്കര വിരോധമുണ്ടെന്നൊരു ധാരണയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വിരോധമുള്ള ഒരു ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ഇതിന് കരുണ കാട്ടണം എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അവരും കൂടെ ഇത്രയും രൂക്ഷമായിട്ട് ശ്രീലേഖയുടെ അടുത്ത് പെരുമാറുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇനി പോകും വഴി എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു അകന്ന ബന്ധു ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഇൻ്റലിജൻസിലായിരുന്നു ആ സമയം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ അദ്ദേഹത്തോട് പോയി പറയുമായിരുന്നു. സങ്കടമായിട്ട് കരഞ്ഞുകൊണ്ട് പറയും, സാർ ഇത് ഈ ഓഫീസർ എന്നോട് ഇങ്ങനെ പെരുമാറി, ഈ ഓഫീസർ മറ്റേ ഓഫീസർ എന്നോട് അങ്ങനെ പെരുമാറി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയും, സാരമില്ല, ക്ഷമിച്ച് നിൽക്കും, ഞാൻ പറയാം, ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഡത്തിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, മേളിൽ ഇനി സാറിനോട് ചെന്നിങ്ങനെ മാഡത്തിന് ഏറ്റ ഇതിന് ദുരിതങ്ങളെക്കുറിച്ച് പറയരുത്. കാരണം വൈകുന്നേരം ഈ മാഡത്തിനെ ഉപദ്രവിച്ച ഉദ്യോഗസ്ഥരും ഇദ്ദേഹവും കൂടെ വൈകിട്ട് ഒരു ഫ്ലാറ്റിലെങ്ങാണ്ട് വേറെ ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കൂടിയത് ഈ കഥകളാണ് നിരന്തരം പറഞ്ഞ് ചിരിക്കുന്നത്. ശ്രീലേഖ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഹ ഇങ്ങനെ ചെയ്തു, ഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാതെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ കഥകളൊന്നും പോയി എന്തിനാ എല്ലാവരോടും പറയുന്നത്, മാഡമൊക്കെ സഹിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരെ ഡ്രൈവർ ഓർത്ത് നോക്കണം. അങ്ങനെ ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അന്നൊരു വനിതാ പോലീസ് ഞാൻ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം AR ക്യാമ്പിൽ നിന്ന്. മോൻ കൊച്ചാണല്ലോ, 7 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി 7 മണിക്കൊക്കെയാണ് അവൻ തിരിച്ചു വരുന്നത്. അപ്പോൾ ഹസ്ബൻഡും തിരക്കാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു പുരുഷ പോലീസിൻ്റെ കൂടെ നിർത്തിയിട്ട് പോകുന്നതിനേക്കാളും ഒരു സ്ത്രീ പോലീസ് ആണെങ്കിൽ നോക്കിക്കോളും എന്നുള്ളൊരു ധാരണയിലാണ് ചെയ്തത്. അപ്പോൾ ആ സ്ത്രീ രാവിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് കാറ് കിടക്കുന്നത്. എന്നെ വിളിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന വഴിക്ക് അവർ വഴിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരവിടെ വെളിയിൽ ഇറങ്ങി നിൽക്കും, കാറിൽ കയറി എൻ്റെ വീട്ടിൽ വരും, അവിടെ നിൽക്കും, ഞാൻ തിരിച്ച് അവർ വീട്ടിൽ നിൽക്കും, ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് ആ കാറിൽ തന്നെ വരും. അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഈ സ്ത്രീ കാറിൽ കയറി മുമ്പിലത്തെ സീറ്റിൽ ഇരുന്നു കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴി IG കാണാനിടയായി. IG ഏതോ അസംബ്ലിയിലോ അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കാറിനകത്ത് മുമ്പിൽ ഒരു വെളുത്ത സ്ത്രീ ഇങ്ങനെ കൈയൊക്കെ പിരിച്ച് ഫ്രണ്ട് സീറ്റിൽ സാരി ഉടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് ആരുടെ കാറാണ്, ഏത് പെണ്ണിനെയും കൊണ്ടാണ് ആ കാറ് പോയത് എന്ന് അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചപ്പോൾ എൻ്റെ കാറ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ധരിച്ചത് കാർ ദുരുപയോഗം ചെയ്തുകൊണ്ട് എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഏതോ സ്ത്രീയെ ഞാൻ കാറിൽ കയറ്റി എവിടെയോട്ടോ കൊണ്ടുപോവുകയാണെന്ന്. ഡ്രൈവർ യൂണിഫോം ഇട്ടിരിക്കുന്നു, കാറിനകത്ത് പോലീസുള്ള ബോർഡൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സ്ത്രീ, അദ്ദേഹത്തിന് മനസ്സിലാവാത്ത ഒരു സ്ത്രീ മുമ്പിലിരിക്കുന്നു. ഉടനെ എനിക്കൊരു മെമ്മോയും തന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ കാറും വിഡ്രോ ചെയ്ത് ഏറ്റവും മോശം മുഷിഞ്ഞ ഒരു ജീപ്പ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കണ്ടം ചെയ്യുന്ന ജീപ്പുകളുണ്ടല്ലോ, ഓടാത്ത പെട്രോൾ ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ജീപ്പുകളുണ്ട്, ഓടാനേ പറ്റത്തില്ല. അതുപോലെ ഒരു ജീപ്പ് എനിക്ക് അലോട്ട് ചെയ്ത് തന്ന് എൻ്റെ വെഹിക്കിൾ ഡയറി പിടിച്ചു വെച്ചു, എനിക്കെതിരെ മെമ്മോ തന്നു. അപ്പോൾ ഞാൻ പോയി പറഞ്ഞു അദ്ദേഹത്തിനോട് പലവട്ടം, അത് വനിതാ പോലീസ് ആയിരുന്നു, വനിതാ പോലീസിനെ വീട്ടിൽ നിർത്തുന്നത് കൂടെ കൊണ്ട് നടക്കട്ടെ, എന്തിനാ വനിതാ പോലീസ്, എനിക്ക് പുരുഷ പോലീസ് ആയാലും എന്താണെന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. അവസാനം വനിതാ പോലീസിനെ ഞാൻ വിട്ടിട്ട് മോൻ സഹിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ജീപ്പിൽ കയറി നടക്കുക വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഇടയ്ക്ക് 9 മണിയാവാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് നിഷ്കർഷിച്ച ഒരു കടലാസ് കൊണ്ട് തന്നു എനിക്ക്. രാത്രി 9 മണിയായിട്ടേ എൻ്റെ ജോലികൾ തീരുകയുള്ളൂ. അതുകൊണ്ട് 9 മണിക്ക് വിളിച്ച് അനുവാദം ചോദിച്ച ശേഷം, സീനിയർ ഓഫീസറെ വിളിച്ച DIG വിളിച്ച സാർ ഞാൻ പൊക്കോട്ടെ 9 ആയി എന്ന് ചോദിച്ച ശേഷം മാത്രമേ ഇറങ്ങാവുള്ളൂ, അല്ലാതെ ലഞ്ച് ബ്രേക്കിന് പോലും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. എന്തൊരു നിയമമായിരുന്നു അതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. IG-യുടെ CA കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് എന്നോട് വന്നിട്ട് പറഞ്ഞു, മാഡം IG പറഞ്ഞു മാഡം ചുരിദാർ ഇട്ടുകൊണ്ട് ഇനി ഓഫീസിൽ വരരുത്, എപ്പോഴും സാരി ഉടുത്തോട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോൾ. ഞാൻ ചോദിച്ചു, ചുമ്മാ കള്ളം പറയുന്നു, നിങ്ങളങ്ങനെ ചുമ്മാ എന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഹരാസ് ചെയ്യുന്നുള്ള എനിക്കറിയാം, പക്ഷെ നിങ്ങളും തുടങ്ങിയോ? IG വേണമെങ്കിൽ IG വിളിച്ച് പറയട്ടെ, നിങ്ങളെ വിട്ടിട്ട് എന്നോട് പറയിക്കേണ്ടത് എന്നുള്ള മട്ടി ഞാൻ പിന്നെ വീണ്ടും കുറച്ച് ദിവസവും കൂടി ഇങ്ങനെ ചുരിദാർ ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ ഒരു ദിവസം പിന്നെ IG-യെ കാണാൻ ഒരു ഫയൽ പോയിട്ട്, IG-യുടെ ഒപ്പ് വേണ്ട ഒരു ഫയലാണ്. അപ്പോൾ അതിന് IG-യെ കാണാനായിട്ട് കയറിയപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. വീണ്ടും ചുരിദാർ ഇട്ടുകൊണ്ടാണോ നീ നടക്കുന്നത്, എന്തൊരു വൃത്തികേടാണ് കാണാനായിട്ട്, നിന്റെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, എന്തിനാ ചുരിദാർ ഇടുന്നത്, സാരി എടുത്തുകൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞ ഏൽപ്പിച്ചതല്ലേ, അച്ചടക്കം ലക്കനെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഏത് ചട്ടപ്രകാരമാണ് സ്ത്രീകൾ സാരി ഉടുത്തോണ്ടേ, വനിതാ ഓഫീസേഴ്സ് സാരി ഉടുത്തോണ്ടേ ഓഫീസിൽ വരാൻ പാടുള്ളൂ എന്നുള്ള സർക്കാരിൻ്റെ ഏതെങ്കിലും നിയമമുണ്ടോ? അതല്ല, നിനക്ക് സാരിയാണ് കൂടുതൽ ചേരുന്നത് എന്ന് ഒരു വല്ലാത്ത അതായത് എന്നെ പൊക്കിപ്പറയുകയല്ല, എന്നെ പുച്ഛിക്കുകയാണ്. പരമാവധി ഹരാസ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഹരാസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണത്തോടെ. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു വികാരം ഉണ്ടായിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് അന്ന് ഞാൻ കണ്ണിങ്ങനെ നിറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പോയി റെസിഗ്നേഷൻ ലെറ്റർ എഴുതുക.
ഞാൻ പോയിരുന്നു പറഞ്ഞു ചീഫ് സെക്രട്ടറിക്ക് ഞാൻ എഴുതി റെസിഗ്നേഷൻ ലെറ്റർ എഴുതി എനിക്ക് സർവീസ് മതിയായി. കാരണം അത്രയ്ക്കും മടുത്തു. ഞാൻ ഇങ്ങനെ ഹാരാസ്മെൻറ്റ്, കുഞ്ഞിനെ നോക്കാൻ വയ്യ, മാനസിക സമ്മർദ്ദം, ടെൻഷൻ, ഇത് കരഞ്ഞുകൊണ്ടിരുന്ന റെസിഗ്നേഷൻ ലെറ്റർ എഴുതി. ഞാൻ ഐ വിഷ് ടു റിസൈൻ ഫ്രം സർവീസ്. ഞാൻ ഓർക്കുന്നുണ്ട് എന്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചതുവരെ എത്തിയത്, എത്ര കഷ്ടപ്പെട്ട് എന്തൊക്കെ മോഹങ്ങളായിരുന്നു, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയും പെട്ടെന്ന് എനിക്ക് പോവേണ്ടി വന്നല്ലോ. എന്നാലും എനിക്ക് വയ്യ ഇനി സഹിക്കാൻ. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. DGP അടക്കമുള്ളവർ ഇങ്ങനെ എന്നോട് പെരുമാറുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഞാനിങ്ങനെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി, ഹസ്ബൻഡ് പുറകെ കൂടെ എന്താ കരയുന്നതെന്ന് ഞാൻ റിസൈൻ ചെയ്യാനായിട്ട് ഉണ്ണിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തൂടെ, ഡോക്ടറുടെ ശമ്പളം കൊണ്ട് നമുക്ക് ജീവിച്ചുകൂടെ, ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ്, എനിക്കിനി മതിയാ, എനിക്ക് വയ്യ, ഞാനിനി വേണമെങ്കിൽ വല്ല പ്രൈവറ്റ് സ്കൂളിലോ കോളേജിലോ വല്ല ടീച്ചിങ്ങിന് പഠിപ്പിക്കാൻ പോലെ ട്യൂഷൻ എടുക്കാം, എങ്ങനെയും ജീവിക്കാം, എനിക്ക് മതി എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അപ്പോൾ എഴുതി കഴിഞ്ഞ് ഒപ്പിടാൻ നേരത്ത് ഉണ്ണി പറഞ്ഞു ഒരു ചെറിയ മാറ്റം വരുത്താനുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡാണ്, ഉണ്ണി എന്നാണ് ഞാൻ വിളിക്കുന്നത്, ഡോക്ടർ സേതുനാഥ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് മാറ്റം, ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, ഐ വിഷ് ടു റിസൈൻ ഫ്രം സർവീസ് ഹെൻസ് ഫോർത്ത് എന്നുള്ളത് മാറ്റിയിട്ട് ഐ വിഷ് ടു ഗോ ഓൺ ലീവ് ഫോർ 2 months എന്ന് എഴുതി അയക്കുക. കാരണം ഇപ്പോൾ പെട്ടെന്ന് എടുത്തു പിടിച്ച് തീരുമാനം എടുക്കേണ്ട, 2 മാസം അവധി എടുക്കുക, അവധി സമയം കൊണ്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഞാൻ അവധി എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്, റെസിഗ്നേഷൻ എന്ന് പറയുന്നതും ആണ്. പക്ഷേ എന്നാലും ആ ഒരു സമയത്ത് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ പോലും കിട്ടൂല. കാരണം 5 വർഷമേ സർവീസ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാതായിപ്പോൾ അവധി എന്ന് പറയുന്നത് എടുക്കാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് അവധിയായിട്ട് അപേക്ഷിച്ചിട്ട് നമുക്ക് നോക്കാം, ആ സമയം കൊണ്ട് എന്തെങ്കിലും സമാധാനമായിട്ട് എങ്ങനെ നേരിടാൻ പറ്റുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് അത് മാറ്റി അവധിയാക്കി എടുപ്പിച്ചു. അതൊരു വലിയൊരു ആശ്വാസമായി. കാരണം ഞാൻ ആ അവധി എഴുതി ലെറ്റർ എഴുതി അയച്ചു കൊടുത്തിട്ട് ഞാനങ്ങ് അവധി അസ്യൂം ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നു. തന്നാലും തന്നില്ല, എനിക്ക് അർഹതപ്പെട്ട അവധിയാണ്. അപ്പോൾ ഞാനത് വീട്ടിലിരുന്നു, മോനെ നോക്കി. ഏകദേശം ആ 2 മാസം കൊണ്ട് എൻ്റെ മനസ്സിന് ശാന്തത തിരിച്ചു വന്നു. ഹരാസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അവർ ചെയ്യുന്നു, അത് അവർക്ക് അതിൽ നിന്ന് തൃപ്തി കിട്ടുന്നുണ്ടാവും. എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഠിനമായിട്ടുള്ള ട്രെയിനിങ്, ശാരീരികമായിട്ടുള്ളൊരു ട്രെയിനിങ് നടത്തി നമ്മൾ വന്നപ്പോൾ അതിന് മാനസികമായിട്ടും കൂടെ ഒരു ശക്തി കിട്ടേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ശക്തി എന്തായാലും കുറച്ച് പേരുടെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തെറിഞ്ഞിട്ട് പോവേണ്ട എന്താവശ്യമാണുള്ളത്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം ആ അവധിക്കാലത്ത് എടുത്തുകൊണ്ട് ഞാൻ തിരിച്ച് സർവീസിൽ അവധി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റീജോയിൻ ചെയ്യുകയും ആ സമയം കൊണ്ട് എന്തോ ദൈവ അനുഗ്രഹം പോലെ ആ DGP റിട്ടയർ ചെയ്ത് പോവുകയും വേറൊരു DGP പകരം വരികയും ചെയ്തു. ആ DIG പ്രൊമോഷനായിട്ട് പോയി IGക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ എൻ്റെ സീനിയർ ലെവൽ സിസ്റ്റം മാറി വന്നപ്പോഴേക്കും ഭയങ്കര ഒരു ആശ്വാസമായി. ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വിചാരിക്കാൻ പറ്റാത്തത്ര എന്നൊരു ആശ്വാസമില്ല, അതുപോലെ ഒരു വലിയ ആശ്വാസമായത് അത് എൻ്റെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. സസ്നേഹം, ശ്രീലേഖ.